മൃഗത്തിൻ്റെയോ മറ്റു പ്രതിമയോ വണങ്ങുന്നവർക്കും ആരാധിക്കുന്നവർക്കും ലഭിക്കുന്ന ശിക്ഷാവിധി ദൈവത്തിൻ്റെ അന്ത്യവിധി നാളിൽ അഗ്നിനരകത്തിൽ പിശാചിനൊപ്പം നിത്യമായി പീഡനം ഏൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെയോ വിശുദ്ധന്മാരുടെയോ മൃഗത്തിൻ്റെയോ മറ്റ് പ്രതിമകൾ ഉണ്ടാക്കുന്നതും വണങ്ങുന്നതും നമസ്കരിക്കുന്നതും ദൈവം വെറുക്കുന്നു. ദൈവത്തിൻ്റെ അന്ത്യവിധി നാളിൽ അവർക്ക് എന്ത് സംഭവിക്കും? വെളിപാട് പുസ്തകം 16:1-10 വരെ. നിങ്ങൾ പോയി ക്രോധശകലം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവ രക്തമായി